വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്നൊരു വാർത്ത കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തും പിന്നെ നമ്മുടെ കേരളത്തിലും. കേരളത്തിൽ സ്വാഭാവികമായിട്ടും മോദിക്കെതിരെ എന്ത് കിട്ടിയാലും അത് കോളിളക്കം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ മോദിക്കെതിരെ കിട്ടുന്ന കാര്യം മോദിക്ക് ആക്ച്വലി എതിരാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കൊടുത്തിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് റഷ്യയിൽ നിന്നും എണ്ണ മേടിക്കാൻ അമേരിക്കയുടെ അനുമതി. ഇതാണ് മാധ്യമങ്ങളുടെ തലക്കെട്ട് എന്ന് പറയുന്നത്. ഈ തലക്കെട്ട് തന്നെ മിസ്ലീഡിംഗ് ആണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഞാൻ പറയാനുള്ള കാരണം, ഇന്നാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. 6 മാർച്ച്. കഴിഞ്ഞ ദിവസം 5 മാർച്ചിൽ എല്ലാ മാധ്യമങ്ങളും, എല്ലാ ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്നത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത്, റഷ്യ റിമെയിൻസ് ഇന്ത്യസ് ടോപ്പ് ക്രൂഡ് സപ്ലയർ ഇൻ ഫെബ്രുവരി 2026. സൗദി അറേബ്യ ആൻഡ് ഇറാഖ് ഗെയിൻ മൊമെന്റം. അപ്പൊ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ്. അതായത് അവർ പറയുന്നതും ഇതുപോലുള്ള സകല മാധ്യമങ്ങളും പറയുന്നതും റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ മാർച്ച് 5 ആയിട്ടുള്ളൂ, മാർച്ചിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളും സഹിതം അവരിത് കൊടുത്തിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ബിഷട്ട കഴിഞ്ഞ മാസം ഫെബ്രുവരി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ഇറക്കുമതി ചെയ്യരുത് റഷ്യയിൽ നിന്ന്. അപ്പൊ നമ്മൾ ഇറക്കുമതി ചെയ്തു. ഇന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഇറക്കുമതി ചെയ്തോ എന്ന്. അപ്പൊ ഇവര് പറയുന്നു, ഇവിടെയുള്ള മാധ്യമങ്ങൾ പറയുന്നു, ഡൊണാൾഡ് ട്രംപിന്റെ അനുമതി വേണോ നമുക്ക് ഇറക്കുമതി ചെയ്യാനെന്ന്. ആക്ച്വലി ട്രംപ് എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഇവന്റെ അനുമതി ഇല്ലാതെ തന്നെ നമ്മൾ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നുണ്ടല്ലോ ഈ സാധനം. എന്നിട്ടും ഇയാൾ ഇപ്പൊ പറയുകയാണ് നിങ്ങൾക്ക് 30 ദിവസത്തെ പച്ചക്കൊടി, നിങ്ങൾ ചുമ്മാ ഇറക്കുമതി ചെയ്യണം, എന്താണ് നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്? അപ്പോൾ ഇയാൾക്ക് തലയ്ക്ക് വട്ടാണോ എന്നാണ് എന്റെ ചോദ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിന് പിന്നെ മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ? അത് കഴിഞ്ഞ് നമ്മുടെ മാധ്യമങ്ങൾ അവർക്കിത് മനസ്സിലാവാഞ്ഞിട്ടാണോ? സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയെ കരിവാരി തേക്കാൻ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണോ? എന്താണ് ഇതിന്റെ പിന്നിലെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്? നമ്മുടെ രാജ്യത്ത് ഒരു വിഭാഗം ആളുകളുടെ ഭരണാധികാരി ശ്രീമാൻ ഡൊണാൾഡ് ട്രംപാണ്. ട്രംപ് പറയുന്നത് ട്രംപിന്റെ ഭാര്യ പോലും വിശ്വസിച്ചില്ലെങ്കിലും കേരളത്തിൽ കിടക്കുന്ന കുറെ പേര്, ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് കിടക്കുന്ന കുറെ പേര് വിശ്വസിക്കും. ഉറപ്പാണ്, ട്രംപ് പറയുന്നതാണ് അവർക്ക് വിശ്വാസം. ഇത് കാര്യത്തിലേക്ക് വരാം. നമ്മൾ സ്ഥിരമായിട്ട് തന്നെ ഈ എണ്ണയുടെ വരവും പോക്കിന്റെ കണക്ക് സഹിതം ഈ ചാനലിൽ എത്രയോ വാർത്തകൾ നമ്മൾ ഇതേ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ എത്ര ബാരൽ വന്നു, എത്രയാണെന്നുള്ളത്. ഇപ്പോൾ ഇന്നാണല്ലോ ട്രംപിന്റെ വാർത്ത വരുന്നത്. ട്രംപ് പറയുന്നതിന് മുമ്പാണ് ധനുഷ് ഇപ്പോൾ വായിച്ച വാർത്ത വന്നിരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് ഫെബ്രുവരിയിലാണ്. അതിന്റെ അളവിന് വ്യത്യാസം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. 1.1 1.2 ബാരലാണ് പ്രതിദിനം. അപ്പൊ അതിന്റെ ഒരു അളവിന് കുറവ് വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എണ്ണ ഇറക്കുന്നുണ്ട്. അപ്പൊ എണ്ണ നിർത്തി എന്ന് വന്നാലല്ലേ എണ്ണ വാങ്ങാൻ പെർമിഷന്റെ ആവശ്യമുള്ളൂ. ഞാൻ എവിടെങ്കിലും ഒരിടത്ത് നിർത്തിയാലല്ലേ എന്നെ നിങ്ങൾ അപ്പൊ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായി തന്നെ ചോദിക്കും, എന്തിനാണ് ഇപ്പോൾ ഈ ഇളവ് നൽകിയിരിക്കുന്നത് എന്ന് ചോദിക്കും. ഇവിടെയാണ് ഇതിന്റെ മറ്റൊരു ബിസിനസ് ഒളിഞ്ഞു കിടക്കുന്നത്. ഒന്ന്, ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ക്രൂഡ് ഓയിലിന്റെ ഒഴുക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ നിലച്ചു എന്ന് തന്നെ പറയേണ്ടി വരും, പൂർണ്ണമായി തന്നെ. അതിന്റെ ഒരു പ്രത്യാഘാതം യൂറോപ്പ് അനുഭവിച്ചു തുടങ്ങി. ഖത്തറിലടക്കം ഈ ഗ്യാസ് സ്റ്റേഷനുകൾ കൂട്ടിയത് മൂലം യൂറോപ്പിലും നെതർലാൻഡ്, അത് UK യിലും നെതർലാൻഡിലും ഒക്കെ ഗ്യാസിന് 50% മുകളിൽ വിലയായി കഴിഞ്ഞു, വില വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രതിസന്ധിയിലാണ് യൂറോപ്പ് നിൽക്കുന്നത്. അപ്പോ ഈ മുമ്പ് ഇന്ത്യ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? റഷ്യൻ എണ്ണ ഇവിടെ എത്തിക്കുകയും അതിന്റെ ഒരു ഭാഗം നമ്മൾ പ്രോസസ് ചെയ്തിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വിൽക്കുകയുമായിരുന്നു ചെയ്തത്. അങ്ങനെ ഒരു ഫ്ലോ ആയിരുന്നു. അതായത് അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കും യൂറോപ്യൻ രാജ്യത്തും റഷ്യയെ തൊട്ടുകൂടാൻ പറ്റാത്ത രാജ്യമാണ്. അവർക്ക് ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്ന രാജ്യമാണ്. പക്ഷെ അവിടുന്ന് കൊണ്ടിരുന്ന ക്രൂഡ് ഓയിൽ ഇന്ത്യ ശുദ്ധീകരിച്ച് അവർക്ക് കൊടുക്കുന്നു. അപ്പൊ ആ പ്രശ്നം മാറിക്കിട്ടി അവർക്ക്. ഇടയ്ക്ക് ഒരാളുണ്ടല്ലോ, അപ്പൊ ഇന്ത്യയുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് വാങ്ങുന്നത്. അപ്പൊ അതിന് തടസ്സങ്ങളൊന്നുമില്ല. ഈ ട്രംപ് ഇപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യക്ക് റഷ്യയുടെ കയ്യിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുകയാണ്. നിലവിൽ ആ വാങ്ങിക്കൊണ്ട് 1.1 1.2 ആയിരുന്നു. അത് ഇപ്പോൾ 9.5 ദശലക്ഷം ബാരൽ വാങ്ങുന്നു. കാരണം അവർക്ക് ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അവർക്ക് 9.5 ദശലക്ഷം എണ്ണ അവരുടെ ടാങ്കറുകളിലുണ്ട്. അത് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് 3 ആഴ്ചക്കുള്ളിൽ അത് ഫുൾ എത്തിക്കാൻ പറ്റുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോ ഈ ഇങ്ങനെ ഒരു ട്രംപ് പറയുന്നത്, ഈ ഉപരോധം നീക്കി എന്ന് പറയുമ്പോൾ അത് ആർക്കൊക്കെയാണ് അത് ഇളവ് നൽകുന്നു? ഇന്ത്യക്ക് വാങ്ങാമെന്ന് പറയുമ്പോൾ അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് വളരെ ക്ലിയർ ആണ്. അതായത് എപ്പോഴായിരുന്നു ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങൽ കുറച്ചു തുടങ്ങിയത്? റഷ്യയിലെ ഏറ്റവും വലിയ ഉൽപാദകരായ റോസ് നെഫ്റ്റും ലൂക്കോ ഓയിലിനും ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്ക.
അതോടുകൂടി അവിടെ നിന്ന് എണ്ണ വരവില്ലാതെ ഏറ്റവും വലിയ ഉൽപാദകരാണ് റഷ്യയിലെ ഈ റോസ്നെഫ്റ്റും അതുപോലെ തന്നെ ലുക്കോയിലും. അതിന് ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേനും അവരുണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, വിറ്റഴിക്കണ്ടേ. കാരണം ഇതാരും വാങ്ങാനില്ലാത്തൊരു സാഹചര്യം, ഇത് കൊണ്ടുപോകാനുള്ള ഷിപ്പുകളുടെ അവൈലബിൾ ഇല്ലാതെ വന്നു. അതാണ് ഇന്ത്യ പറഞ്ഞത്, നമുക്ക് വേണ്ടത്ര കപ്പലുകളില്ല, നമുക്ക് സ്വന്തമായിട്ട് 6 ടാങ്കറുകളാണ് നമുക്കുള്ളത്. അതായത് 40 രാജ്യത്ത് നിന്ന് എണ്ണ വാങ്ങുകയും വേണം, ആകെ 6 ടാങ്കറുകളുമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ. അപ്പം ഇവിടുന്ന് വരാതെ ആയി കഴിഞ്ഞപ്പോഴാണ് സ്വാഭാവികമായി തന്നെ അതിന്റെ ഏറ്റവും വലിയ ഉപഭോക്താവായിരുന്ന റിലയൻസ് പൊടുന്നിനെ അത് നിർത്തി. കാരണം റിലയൻസിനെ സംബന്ധിച്ച് അവരുടെ വ്യാപാരം മുഴുവൻ നടക്കുന്നത് യൂറോപ്യൻ രാജ്യത്താണ്. അപ്പോ സ്വാഭാവികമായി തന്നെ റിലയൻസ് ആ പരിപാടി അങ്ങ് നിർത്തി. കാരണം ഉപരോധം വന്നു കഴിഞ്ഞാൽ റിലയൻസിന് ഈ എണ്ണ ശുദ്ധീകരിച്ച് ഒരു യൂറോപ്പിൽ വിൽക്കാൻ പറ്റില്ല. കാരണം അമേരിക്കയുടെ ഉപരോധം ഉള്ളതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അത് വാങ്ങില്ല. 2, ഈ അമേരിക്ക ലൂക്കോയിലും റോസ്നെഫ്റ്റിനും ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് പോയി റിലയൻസ് പോലുള്ള കമ്പനികൾക്ക് എണ്ണ എടുക്കാൻ കഴിയില്ല. കാരണം എണ്ണ എടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ അത് ആ റിലയൻസിനെ അത് ബാധിക്കുക തന്നെ ചെയ്യും. അങ്ങനെ റിലയൻസ് ആണ് ഈ എണ്ണ അവിടുന്ന് വാങ്ങുന്നത് കുറച്ചത്. അല്ലാതെ ഇന്ത്യയുടെ പൊതുമേഖലാ കമ്പനികൾ ഒന്നും തന്നെ അവിടുന്ന് എണ്ണ വാങ്ങൽ കുറച്ചിട്ടില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പം അങ്ങനെ എണ്ണ അനുസൃതം വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ഒരു വാർത്ത കൊടുത്തത്. എനിക്കൊന്ന് മിനിഞ്ഞാന്ന് കൊടുത്തിരുന്ന ഒരു വാർത്തയുണ്ട്. അന്നേരം വ്ളാഡിമിർ പുടിൻ പറഞ്ഞത്, ഇന്ത്യക്ക് ഒരു പ്രതിസന്ധിയും വരില്ല, ഞങ്ങളുടെ വാർഷിപ്പുകൾ ഈ ടാങ്കറുകൾക്ക് കാവൽ നിന്ന് കൊണ്ടുവരും. നമ്മൾ അതിന്റെ തലക്കെട്ട് കൊടുത്ത് എനിക്ക് തോന്നുന്നു റഷ്യയുടെ പടക്കപ്പലുകൾ ഇന്ത്യയിലേക്ക് എന്നെങ്ങാണ്ടോ മറ്റോ ആയിരുന്നു അതിന്റെ തലക്കെട്ട് കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. ഈ കപ്പലുകളുടെ അകമ്പടിയോട് കൂടി തന്നെ ഈ ടാങ്കറുകൾ എത്തിച്ചു തരാം എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപരോധം വരുമ്പോഴത്തേനും നമുക്ക് ക്യാഷ് ട്രാൻസാക്ഷനും ഒരു പ്രശ്നമുണ്ടായിരുന്നു. കാരണം ഈ നമ്മളുടെ രൂപ, ഇന്ത്യൻ റുപ്പീസ് UAE എത്തിച്ച് അവിടെ ഇന്റർനാഷണൽ ബാങ്കുകൾ വഴി, 2 ബാങ്കുകളായിരുന്നു അത്, പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി, ആ 2 ബാങ്കുകൾ വഴിയാണ് ഇത് ഡോളറായി കൺവെർട്ട് ചെയ്ത് റഷ്യക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. ഈ ഉപരോധം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ബാങ്കുകൾ ഇത് കൺവെർട്ട് ചെയ്യാനോ നൽകാനോ അവർക്ക് ഒരു ചാനല് ബ്ലോക്കായി. അപ്പൊ ആ ഒരു പണം കൊടുക്കാതെ വന്നു. അപ്പോഴാണ് പുടിൻ ഇന്ത്യ വന്നപ്പോൾ നമ്മളൊരു ചർച്ച നടത്തിയിട്ട് പറഞ്ഞു, ഇനി നമുക്ക് റൂബിൾ റുപ്പി ട്രേഡിംഗ് നടത്താമെന്ന് പറഞ്ഞു. അത് ഉടനെ നടക്കുന്ന കാര്യമല്ല, അതിന്റെ ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട് അത് നടക്കണമെങ്കിൽ. 2 രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട ബാങ്കുകൾ തമ്മിൽ ചർച്ച നടത്തണം, അതിന്റെ ഡീലിംഗ്സും മറ്റുള്ള കാര്യങ്ങളുമുണ്ട്, അത് ടൈം എടുക്കും. പക്ഷേ ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇത്രയും നമ്മൾ എടുക്കുമ്പോൾ ഇത് ഡോളറിൽ തന്നെ നമുക്ക് കൺവെർട്ട് ചെയ്ത് അവർക്ക് കൊടുക്കാൻ കഴിയും. ഉപരോധം ഇല്ലല്ലോ നിലവിൽ. ഇത് കൊടുക്കുന്ന ക്ലിയർ ആയിട്ടൊരു മെസ്സേജ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കാണ്, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഹോർമുസ് കടലിടുക്ക് അടച്ചാലും നിങ്ങൾക്കുള്ള പെട്രോളും ഡീസലും ഇന്ത്യ വഴി ഞാൻ വല്ല വകുപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ക്ലിയർ മെസ്സേജ് ആണ് കൊടുത്തിരിക്കുന്നത്. US ട്രഷറി സെക്രട്ടറിയാണ് ഈ ഇത് പറഞ്ഞിരിക്കുന്നത്. അതായത് മുമ്പ് എന്താണ് ഇന്ത്യ ചെയ്തിരുന്നത് അതേപോലെ ഈ വളരെ ഈസി ആയിട്ട് തന്നെ ക്യാഷ് കൊടുത്ത് വാങ്ങാം. അതല്ലാതെ ഈ ട്രംപ് റഷ്യയുടെ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് നിരോധനവും ഏർപ്പെടുത്തിയിട്ടില്ല, ഇന്ത്യയോട്ട് കുറച്ചിട്ടില്ല, ഇന്ത്യ വാങ്ങാതിരുന്നിട്ടുമില്ല, കുറച്ചിട്ടുണ്ട്, ഇന്ത്യ വാങ്ങാതിരുന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഈ ട്രംപ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്ന കാര്യം, അത് ഇന്ത്യയോട് കാണിക്കുന്ന ഔദാര്യമല്ല, സായിപ്പന്മാരോട് മറ്റേ യൂറോപ്യൻ രാജ്യത്ത് കിടക്കുന്നവരോട് പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട, ഈ ഇളവുള്ളത് കൊണ്ട് അവര് ക്രൂഡ് ഓയിൽ ഇഷ്ടംപോലെ വാങ്ങിച്ച് പ്രോസസ്സ് ചെയ്ത് നിങ്ങൾക്ക് തരും. എന്തായാലും ഹോർമുസ് കടലിടുക്കിന്റെ 7 അയലത്തേക്ക് ഈ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും കപ്പലുകളെ കണ്ടാൽ അപ്പോഴാക്രമിക്കുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഇന്ത്യക്കും ചൈനയ്ക്കും മറ്റു രാജ്യങ്ങൾക്കും ഇളവുണ്ട്, നിങ്ങൾ വന്നോ വാങ്ങിച്ചോ. പക്ഷെ ഇന്ത്യ ഒന്നും പോകാൻ സാധ്യതയില്ല. കാരണം യുദ്ധമേഖലയിലേക്ക് ആരും ഷിപ്പിൽ എണ്ണ എടുക്കാനായി പോകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഷിപ്പിംഗ് കമ്പനികൾ അത് തയ്യാറായില്ല. ഇപ്പൊ എണ്ണ കൊടുക്കാൻ ചിലപ്പോൾ സൗദിയും ഖത്തറും റെഡി ആണെങ്കിൽ പോലും ഷിപ്പിംഗ് കമ്പനികൾ തയ്യാറായില്ല. കാരണം അവർക്കതൊരു റിസ്ക് ആണ്. ഇപ്പൊ ഇറാൻ അത് പറഞ്ഞു എങ്കിൽ പോലും റിസ്ക് ആണ്, ഒരു യുദ്ധം നടക്കുന്നതിന്റെ ഇടയിൽ കൂടെ പോയിട്ട് ഇത് വാങ്ങുക എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായും ഇന്ത്യ എണ്ണ വാങ്ങാതിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ലോകം നിശ്ചലമായി പോകും. എണ്ണയ്ക്ക് വലിയ രീതിയിൽ ക്രൂഡ് ഓയിലിന്റെ വില ഉയരും, ക്രൂഡ് ഓയിൽ കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോകം തന്നെ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയും അടക്കം നിശ്ചലമായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും. ഇത് ഭാവിയിൽ വലിയ വിഷയങ്ങളുണ്ടാകും. കാരണം ഇത് ട്രംപിനെതിരെ തന്നെ ലോകരാജ്യങ്ങൾ തിരിയുന്നതിന് ഇടവരുത്തും. അതായത് സ്വന്തം പാളയത്തിലുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ട്രംപിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ഈ എണ്ണയ്ക്ക് ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്നത് വലിയ വിലക്കയറ്റമായിരിക്കും, വലിയ പണപ്പെരുപ്പമായിരിക്കും, വലിയ രീതിയിൽ തന്നെ അത് ബാധിച്ചു കഴിയുമ്പോൾ ആ രാജ്യങ്ങൾ ട്രംപിനെതിരെ തിരിയും. അതായത് ഇപ്പൊ ട്രംപ് നേടിയിരിക്കുന്ന മേൽക്കൈ അതോടുകൂടി തീർന്നു കിട്ടും, സ്വന്തം രാജ്യത്തും പ്രശ്നങ്ങളുണ്ടാകും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ട്രംപ് എറിഞ്ഞിട്ട ഒരു സാധനമാണ് 30 ദിവസത്തേക്ക് ഇളവ്. ഇതാണ് ഇളവിന്റെ കഥ എന്നുള്ളത്. അതല്ലാതെ ഇപ്പം ഇന്ത്യ നിർത്തിയാലല്ലേ, ഇപ്പം ധനുഷ് എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ എനിക്ക് പറയാൻ പറ്റും, ധനുഷ് പോയി വാങ്ങിക്കോ എന്ന് പറയാൻ പറ്റും. ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അളവ് കുറച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് അളവ് കുറച്ച്, അത് ഈ ട്രംപ് പറയുന്ന 30 ദിവസത്തെ ഇളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ ട്രഷറികൾ ബാൻ ചെയ്തിരുന്നു ഉപരോധം വരുമ്പോൾ. അപ്പൊ റിലയൻസ് പോലുള്ള കമ്പനികൾക്ക് ഇനി
ഈ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങാം. ഈ പ്രൈവറ്റ് സെക്ടറിലുള്ളവരാണല്ലോ നിർത്തിയിരുന്നത് ഉപരോധം വന്നപ്പോൾ. അവർക്ക് ഇനി വാങ്ങാം, ഡോളറിൽ ട്രാൻസാക്ഷൻ നടക്കാം. ഇന്ത്യയുടേത് നേരത്തെ വാങ്ങി, ഇന്ത്യയുടെ പൊതുമേഖലാ സാധനം വാങ്ങിക്കൊണ്ടിരുന്നു, ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എപ്പോഴായിരുന്നു റഷ്യയുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ 44% എണ്ണ, അതായത് 2.7 ബാരൽ പ്രതിദിനം നമ്മൾ ഇറക്കുമതി ചെയ്ത സമയത്ത് റിലയൻസ് ആയിരുന്നു അതിന്റെ ഒരു വലിയ പങ്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. റിലയൻസ് വാങ്ങിക്കുന്ന എണ്ണ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. റിലയൻസ് വാങ്ങിയിട്ട് അവരുടെ ഈ ജാംനഗറിലൊക്കെ ഉള്ള റിഫൈനറിൽ അത് പ്യൂരിഫൈ ചെയ്തിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലേക്ക് അവരുടെ പമ്പുകളിലേക്ക് മാത്രമേ അവരുടെ എണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഭാരത് പെട്രോളിയത്തിന്റെയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെയും ONGCയുടെയും ഒക്കെ തന്നെ മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് നമ്മുടെ ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുന്നത്. അതിപ്പോഴും തുടരുന്നുണ്ട്. കൂടുതൽ വാങ്ങാൻ പറഞ്ഞത് ഇന്ത്യയോടല്ല, ഇന്ത്യയിലെ ഈ കമ്പനികൾ അടക്കം അവർക്ക് വാങ്ങാനുള്ള അനുമതിയാണ് കൊടുത്തത്. ഇതാണ് ഇതിന്റെ ഒരു ക്ലാരിറ്റി പരമായിട്ടുള്ള കാര്യം. ഇത് തന്നെയാണ് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം. അപ്പോൾ നിർത്തിയാലല്ലേ വീണ്ടും തുടങ്ങാൻ അനുവദിക്കേണ്ട കാര്യമുള്ളൂ. ഇതിന്റെ യഥാർത്ഥത്തിൽ ആ വാർത്ത തലക്കെട്ട് കൊടുക്കേണ്ടത് അങ്ങനല്ലായിരുന്നു. അതായത് റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങാൻ 30 ദിവസത്തെ ഇളവ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്ത് ഒരു ഇന്ത്യ കൂടെ കയറ്റി അങ്ങ് ഫിറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് റഷ്യയുടെ ലൂക്കോയിലും റോസ്നെഫ്റ്റിനും അടക്കം 30 ദിവസത്തേക്ക് ഇളവുണ്ട് എണ്ണ കൊടുക്കാനും വിൽക്കാനും വാങ്ങാനും. ഇതാണ് ഡെവലപ്പ് ചെയ്ത. വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ത്യ ഇപ്പൊ റഷ്യയുമായിട്ട് എണ്ണ കച്ചവടം ഇന്ത്യ നടത്തരുതെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ട്രംപ് താരിഫ് അടിച്ചു തരുന്നത്. അപ്പോൾ ഇന്ത്യക്ക് കൂടെ ചേർത്ത് ഈ എണ്ണ മേടിച്ചോ എന്ന് ഇപ്പൊ പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുമല്ലോ. കാരണം ഇപ്പൊ ഇന്ത്യയെ കൂടെ ചേർത്ത് നിങ്ങളും കൂടെ മേടിക്കണമെങ്കിൽ മേടിച്ചോ എന്ന് പറഞ്ഞ ഈ ഒരു ഉപരോധം ട്രംപ് മൊത്തത്തിൽ അങ്ങ് പിൻവലിക്കാനുള്ള ഒരു ചേതോവികാരം എന്താണ് ഡൊണാൾഡ് ട്രംപിന്റെ? എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടോ? അത് ചോദിക്കാൻ കാരണം ഇപ്പോൾ നമ്മുടെ ജോ ബൈഡൻ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ ഇന്ത്യയോട് പറഞ്ഞു റഷ്യൻ എണ്ണ നിങ്ങൾ മേടിക്കണമെന്ന് പറഞ്ഞു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം റഷ്യൻ എണ്ണ നിങ്ങൾ മേടിച്ചില്ലെങ്കിൽ യൂറോപ്പ് വലിയ പ്രതിസന്ധിയിലായി പോകും. അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. കാരണം റഷ്യൻ എണ്ണ നമ്മൾ മേടിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നെ യൂറോപ്യൻ എണ്ണ മേടിക്കുന്ന ആ വിപണിയിൽ നമ്മളും കൂടെ കൈ കടത്തിയാൽ നമുക്ക് പ്രതിവർഷം 13.6 ലക്ഷം കോടി രൂപയ്ക്ക് എണ്ണ മേടിക്കുന്ന ഒരു രാജ്യമാണ് നമ്മൾ. നമുക്ക് അത്രയും എണ്ണ വേണ്ടി വരും. അപ്പോൾ യൂറോപ്പിനും ഒരുപാട് എണ്ണ വേണ്ടി വരും. അപ്പോൾ എല്ലാവരും കൂടെ ഒരു മാർക്കറ്റിൽ പോയി കൈയിട്ടിളക്കി കളഞ്ഞാൽ ലോകത്ത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ റഷ്യൻ എണ്ണ മേടിച്ചോ, അവർ ഇത് മേടിച്ചോട്ടെ, യൂറോപ്പല്ലേ റഷ്യക്ക് ഉപരോധം നടത്തുന്നത് എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ട്രംപ് ഇപ്പോൾ എല്ലാവരും കൂടെ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ മേടിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് 30 ദിവസത്തെ ഇളവുണ്ട് എന്ന് പറയുന്നതിന്റെ പിന്നിലെ ചേതോ വികാരം എന്തായിരിക്കും ചേട്ടാ? അതേ വികാരം തന്നെ, ബൈഡനുള്ള വികാരം തന്നെയാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോഴ് ഈ ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള എണ്ണ നിൽക്കുന്നു എന്ന് കരുതുക. റഷ്യയുടെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ സ്വാഭാവികമായി ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചു വരും. ക്രൂഡ് ഓയിൽ എല്ലായിടത്തും ഇത് ആവശ്യത്തിനനുസരിച്ച് എത്തിക്കുക പ്രയാസകരമാണ്. അതായത് ഹോർമുസ് കടലെടുക്ക് വഴി പ്രതിദിനം പോയിക്കൊണ്ടിരുന്നത് 20 ദശലക്ഷം ബാരലായിരുന്നു. അവിടെ UAEയും ഒപ്പം തന്നെ സൗദി അറേബ്യ ഒരു ഹോർമുസ് കടലെടുക്കിനെ മറികടക്കാൻ ഒരു പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട്. ആ പൈപ്പ് ലൈൻ വഴി പോകുന്നത് മാക്സിമം 2 ആണ്, ദശലക്ഷം മാത്രമാണ്. ഇന്ത്യക്ക് ഒരു ദിവസം വേണ്ട ക്രൂഡ് ഓയിലിന്റെ അളവ് ഇന്ത്യ വാങ്ങുന്ന ഒരു ദിവസത്തെ പ്രതിദിനം ക്രൂഡ് ഓയിലിന്റെ അളവ് 6 ദശലക്ഷമാണ്. ഈ 2 ദശലക്ഷവും സൗദിയിൽ നിന്ന് കിട്ടുന്നത് ഇന്ത്യക്ക് തരത്തില്ലല്ലോ. അതിൽ നിന്ന് തന്നെ പല രാജ്യങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ടല്ലോ. അപ്പൊ ഇന്ത്യക്ക് ചിലപ്പോൾ ഒരു ചെറിയ കിണ്ടിക്കകത്തുള്ളതെല്ലാം എവിടെ നിന്ന് കിട്ടത്തുള്ളൂ. ഈ 6 ദശലക്ഷം വേണമെങ്കിൽ നമുക്ക് മറ്റു രാജ്യങ്ങളെ സമീപിക്കേണ്ടി വരില്ലേ? അപ്പം ഇന്ത്യ കണക്കുള്ള രാജ്യങ്ങൾ വാങ്ങിക്കാതെ വരുമ്പോൾ എന്ത് പറ്റും? വലിയ വിലക്കയറ്റം ഈ ക്രൂഡ് ഓയിലുണ്ടാകും. ഇതിന്റെ എഫക്ട് എവിടെയാണ്? വിപണികളിൽ ഉണ്ടാകും. പെട്രോളിനും ഡീസലിനും വില കൂടി കഴിഞ്ഞാൽ നിത്യോപയോഗ സാധനങ്ങൾ വില കൂടും. ഇത് യൂറോപ്പിനെ വലിയ രീതിയിൽ എഫക്ട് ചെയ്യും. ഇപ്പൊ ട്രംപിനോടൊപ്പം നിൽക്കുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെല്ലാം തന്നെ ട്രംപിനെതിരാകും. കാരണം അവർക്ക് അവരുടെ ജനങ്ങളാണ് വലുത്. അവിടെ ജനങ്ങൾ തെരുവിലിറങ്ങാൻ തുടങ്ങും. സാധനങ്ങൾക്ക് വിലക്കയറ്റം വരും, പണപ്പെരുപ്പം ഉയരുന്നു. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വലിയ രീതിയിൽ തന്നെ വരും. കാരണം നമുക്കറിയാം, ഇവിടെ നമ്മുടെ കടക്കാര് ഒരു ഡീസലിന് 1 രൂപ കൂട്ടുന്ന സമയത്ത് പഞ്ചസാരയ്ക്ക് അത് 2 രൂപ കൂട്ടും, അരിക്ക് ഒരു 5 രൂപ കൂട്ടും. അങ്ങനെയാണല്ലോ സ്വാഭാവികമായി കച്ചവടക്കാരുണ്ടാക്കുന്ന ലാഭം. അപ്പം ഇത് എല്ലായിടത്തും ശക്തമാവുകയും ചെയ്യും. ഇത് ഒഴിവാക്കുക എന്നുള്ളത് ട്രംപിന്റെ, കാരണം അങ്ങനെയാണ് അമേരിക്ക ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരു യുദ്ധം. ആ യുദ്ധത്തില് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അടക്കം പ്രതിസന്ധിയിലാകാതിരിക്കാനാണ് ട്രംപ് ഇങ്ങനെ ഒരു ഇളവ് കൊടുത്തിരിക്കുന്നത്. കാരണം നിലവിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരിട്ട് റഷ്യയുടെ എണ്ണ വാങ്ങാൻ കഴിയില്ല. ഈ ഇളവ് വന്നാലും കഴിയില്ല. പകരം ഇന്ത്യ എന്ന് വാങ്ങാനേ പറ്റൂ ഈ സാധനം. അതാണ് അതിന്റെ ഒരു ഇപ്പൊ ഒരു ക്ലിയർ ആയില്ല സാധനം.